പുതിയ തലമുറയ്ക്ക് എന്നോട് വലിയ അടുപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് അടുപ്പ്. പക്ഷെ പഴയ വീട്ടമ്മമാർക്ക് എന്നോട് നല്ല അടുപ്പമായിരുന്നു. കാരണം അവരുടെ ജീവിതത്തിലെ സന്തോഷം, സങ്കടം, സ്നേഹം എല്ലാത്തിനും അടുക്കളയിൽ ഞാൻ സാക്ഷിയായിരുന്നിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ അടുക്കള പരിഷ്കരിച്ച് നൈസായിട്ട് അവരെന്നെ അങ്ങ് ബഹിഷ്കരിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസിന് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് മാത്രം. ഈ സിറ്റുവേഷനിൽ ഞാൻ ഭർത്താക്കന്മാരോടൊരു കാര്യം പറയാം. ഭാര്യമാര് വീട്ടിൽ എന്ത് വെച്ച് തന്നാലും ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ മിണ്ടാതിരുന്നങ്ങ് തിന്നോളണം. പുറത്തു പോയി കഴിക്കാന്ന് വെച്ചാൽ ഹോട്ടലുകളൊന്നുമില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടപ്പാണ്. വാശി പിടിച്ചിരുന്ന വിശന്ന് നിങ്ങൾ അടപ്പ് തെറിക്കുമെന്നല്ലാണ്ട് വേറൊരു കാര്യവും നടക്കില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ കുറേ കാലം നമ്മൾ ഒരാളെ കാണാതിരുന്നിട്ട് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു ഫീലാണല്ലേ? അങ്ങനൊരു ഫീൽ ഇന്ന് ഞാൻ അനുഭവിക്കാൻ പോവാണ്. കാരണം ഇന്ന് എന്റെ വിറകേട്ടനെ കാണാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാനും എന്റെ വിറകേട്ടനും കണ്ടുമുട്ടുക. വിറകേട്ടാ, വിറകേട്ടാ, അയ്യോ, എരിയുന്ന കരളിന്റെ ദീപങ്ങൾ പിടയുന്ന മാനിന്റെ നൊമ്പരം കാണും. വിറകേട്ടാ, സുഖം തന്നെയല്ലേ? ചോദിച്ചേട്ടാ, സുഖം തന്നെ അല്ലേന്ന്. ഒരു തണൽ മരമായിരുന്നു എന്നെ മിഷന്മാളാണ് അറുത്തിട്ടത്. അത് തത്തൊക്കെ പൊത്തൊക്കെ ഒന്നും പറഞ്ഞോണ്ട് 3 മാസമാണ് വെയിലത്തുണ്ടത്. 3 മാസം. അത് കഴിഞ്ഞിട്ട് കോടാലി കൊണ്ട് തന്നെ വെട്ടി പൊളന്ന് ചേച്ചിയില്ലേ, ഒരു വെട്ടോത്ത് വേണം തന്നെ 3 വെട്ട്. കുറച്ച് കഴിഞ്ഞാൽ മൂട്ടി തീയും കൊടുത്ത് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റും. എന്നിട്ട് ചോദിച്ചേട്ടാ, സുഖം തന്നെ അല്ലേ എന്ന്. ചേട്ടാ, ഞാനത് വേറൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, ഒരു ഭംഗി വാക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരുത്തനെ കാണണം. അവിടെ അവൻ എവിടെ? ആ ദാസൂട്ടി അല്ല ഗ്യാസൂട്ടി, അവൻ എവിടെ? എനിക്ക് അവനെ കാണണം. ഓ, അവനെ നമുക്ക് പിന്നെ കാണാം. ആദ്യം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. എന്നാ നമ്മളെ കാര്യം സംസാരിക്കാം, പറ. അതെ, പണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആളുകൾക്ക് എത്ര സ്വാദുള്ള ഭക്ഷണം അല്ലേ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നേ? ശരിയാ, അതൊക്കെ രോമാഞ്ചം പറഞ്ഞു. സത്യം. നിങ്ങൾ എന്തോ ഈ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഞാൻ നിന്റെ ഉള്ളിൽ കത്തി ഇങ്ങനെ അമരുമ്പോൾ, ചാരമായി നിന്ന് പുകയുമ്പോ ഈ വിറകിന്റെ മനസ്സ് ആരും കണ്ടില്ല. അതെന്താ അങ്ങനെ? ഈ വിറകിന് അടുപ്പിനോട് എന്നും പ്രണയമായിരുന്നു. ഒന്നു കണ്ടു തീരാ മോഹങ്ങൾ തേടി അതെ, ശരിക്കും എന്നോട് ഇഷ്ടമാണോ? അതെ, അവിയലിൽ അവസാനം ഒഴിക്കുന്ന വെളിച്ചെണ്ണ പോലെ, മീൻകറിയിൽ ഇടുന്ന പുളി പോലെ, രസത്തിലിടുന്ന തക്കാളി പോലെ എനിക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്തോന്ന്? ഇച്ചിരി തടി കൂടുന്നുണ്ട്. ഞാൻ ഡയറ്റ് ചെയ്ത് കുറച്ചില്ലേ? ഓ, 3 മാസം വെയിലത്തിട്ട് കുറച്ചില്ലേ ഞാൻ? ഓ, ഇതിനെക്കാലം ഉണ്ടായിരുന്നു, നല്ല തടിയായിരുന്നു ഞാൻ. അതെല്ലേ? പക്ഷെ നിന്റെ മുഖമൊക്കെ ഒന്ന് വാടി കേട്ടാ, ചെറുതായിട്ടൊന്ന് മങ്ങലൊക്കെ ഉണ്ട് നിനക്ക്. അതെ, ഞാൻ കണ്ണാടി കൂട്ടിലിരുന്ന് തിളങ്ങാൻ സ്വർണ്ണമൊന്നുമല്ല, ഞാൻ പുകയെടുപ്പാണ്. അപ്പൊ ഇച്ചിരി പുകയൊക്കെ കൊള്ളുമ്പോ ഇച്ചിരി മങ്ങിയെന്നൊക്കെ ഇരിക്കും. അടുന്ന് കരയണ എന്തിന്? ഞാൻ കരഞ്ഞില്ല. പിന്നെ ആര് കരയണത്? ഒരു വൃത്തിയിട്ട മണം. ഗ്യാസിന്റെ? എന്റെ ഗ്യാസ് അല്ല പറഞ്ഞത്, ഗ്യാസ് ഊറ്റിയില്ലേ അവന്റെതാണ്. അവൻ എന്തിനാ ഇവിടെ വെളിയിൽ കിടന്ന് കരയണം? അവനോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. ഗ്യാസ് ഊറ്റി അവിടെ കിടന്ന് കരയത് ഇങ്ങോട്ട് വേണം. തിരികെ ഞാൻ വരുമെന്ന കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ കൊതിക്കാറുണ്ടെന്നും. ട്രോളിക്കോളാനാ? അല്ല, ഇപ്പൊ കുറച്ചു നാളായിട്ട് നാട്ടുകാർക്ക് മൊത്തം കളിയാക്കാനും ട്രോളാനും ഞാനാണല്ലേ താരം. എടാ, നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ട്രോളും. ഇവൻ കാരണം എന്തെല്ലാം ഭവിഷ്യത്തിനുണ്ടായത്.
ദാണ്ട് ഇവളുടെ നെഞ്ചിൽ പൂച്ച വരെ പറ്റി കിടന്നു. അല്ല കേട്ടിട്ടില്ലേ, അടുപ്പിൽ പൂച്ച പറ്റി കിടന്നു. അത് മാത്രമൊന്നുമല്ല, ഇവൻ കാരണമാണ് നമ്മൾ രണ്ടുപേരും ഫീൽഡ് ഔട്ട് ആയി പോയത്. പിന്നെ അല്ലാതെ ആ ഇവന് ജാടയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ജാടയാണ്. ഇവനെ കിട്ടണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, മാത്രമല്ല OTP കാത്തിരിക്കണം. ഒരു കാര്യം പറയണ്ട, മൊബൈലിൽ 1 അമർത്തു, 2 അമർത്തു, സ്ഥിരീകരിക്കാൻ 4 അമർത്തു, അവന്റെ കൂറ്റിയാക്കി ഇടിച്ചു കൊടുക്കണം. അത് മാത്രോ, ഇവനെ കൊണ്ടുവരണമെങ്കിൽ മറ്റേ വണ്ടിക്കകത്തെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കൊണ്ടുവന്ന മനുഷ്യന്മാർ ഇവനെ തോളി ചുമന്ന് വേണം അടുക്കളയിലോട്ട് കയറ്റി വെക്കാം. അത് എന്റെ കുഴപ്പമാണോ? എനിക്ക് നടന്നു വരാൻ പറ്റില്ല, തോളത്തെടുത്തോണ്ടല്ലേ എന്നെ വരേണ്ടത്. അയ്യോ, ഇവന്റെ കാര്യം പറയാതിരിക്കണം ഭേദം. ഈ ഗ്യാസ് എന്ന് അടുക്കളയിൽ വന്നോ അന്ന് തൊട്ട് മനുഷ്യന്മാർ ഗ്യാസ് തുടങ്ങി. ഗ്യാസ് മാത്രോ? ഗ്യാസാ? ഗ്യാസോ? ആ പിന്നെ നീ കാരണം എത്ര പെമ്പിള്ളേരുടെ ജീവിതോടെ പോയത്. അതിന്റെയൊക്കെ കേസ് ഇപ്പൊ വേറെ നടപ്പുണ്ട് അവിടെ. ഇവന്റെ റെഗുലേറ്റർ പിടിച്ച് തിരിച്ചാലാ. എടാ, ഞാൻ കാലിക്കുറ്റി ആയതുകൊണ്ടല്ലടാ നീ എന്റെ റെഗുലേറ്ററിൽ പിടിച്ച് തിരിക്കാൻ പറയണം. നിറക്കുറ്റിയായിരുന്നു ഇതിന്റെ പരിസരത്ത് തന്നെ അടുപ്പിക്കൂലായിരുന്നു. 2 ദിവസം കഴിയട്ട് ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ് കപ്പലിങ് എത്തി. പിന്നെ ഞാൻ നിറക്കുറ്റിയോട് ഒരു വരവുണ്ടടാ. നിന്നെയൊക്കെ വർക്ക് ഏരിയക്കകത്ത് പോലും ഞാൻ കയറ്റത്തില്ല. നിന്നെയൊക്കെ വർക്ക് ഏരിയക്കകത്ത് പോലും ഞാൻ കയറ്റത്തില്ലെന്നു. വിരട്ടലും വിലപേശലൊന്നും എന്റെ അടുത്ത് പറ്റും. ഇന്ദ്രനോ ചന്ദ്രനോ പോലും എന്നെ തടയാൻ കഴിയും. കടക്ക് പുറത്ത് എനിക്കൊരു കാര്യം ചോദിക്കാം. അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നമ്മളാണ് ഹീറോ, മനസ്സിലായ? സംഭവം മനസ്സിലായ? കുറച്ച് ദിവസം കൊണ്ട് ഇവനല്ലേ അടുക്കളയിലെ മുഖ്യൻ. ആ അതെ, അടുക്കളയിലെ മുഖ്യനും അങ്ങേര് തന്നെ. ചിലപ്പോ അടുക്കള ഭരിച്ചെന്നും ഇരിക്കും. അത് തന്നെ. ആര് ഭരിക്കുന്നെന്ന്? ആ അങ്ങേര് ഭരിക്കുമെന്ന്. ഒരാഴ്ച മുമ്പ് നോണ്ട ആ പറമ്പ് കണ്ട, ആ പറമ്പിന്റെ മൂലയിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമായിരുന്നു. ചേരയ്ക്കും പാമ്പിനും മുട്ടയിടാൻ വേണ്ടിയില്ലടാ നിന്നെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണം. ആണലിക്ക് കൂടെ ഉണ്ടാക്കണല്ലോ. പോടാ അവിടെ. 2 പേരും കൂടെ, നിങ്ങൾ കേൾക്കണം, ഈ 2 പേരും കൂടെ നല്ലൊരു മൺചട്ടി എന്ന് പറയുന്ന ഒരു സാധനത്തിന് കരച്ചട്ടി എന്ന് പേരുണ്ടാക്കിയവരാണ്. അതെ, നീ കൂടുതൽ കളിയാക്കാൻ വേണ്ട. കൂടെ അങ്ങോട്ട് ഒരെണ്ണം കൂടെ മോന്ത ഇടയ്ക്ക് ഒന്നെണ്ണം കൂടെ അങ്ങോട്ട്. നീ അവള് പറയണട്ടാടാ എന്നെ ഇടിക്കാൻ പറയണത്. ഇടിക്കോടാ. നിന്റെ വിചാരം അവക്ക് നിന്നോട് മാത്രമാണ് പ്രേമം എന്നാണ്? എടാ, അവക്ക് ഈ ലോകത്ത് എന്തിൻ്റെയോടൊക്കെ പ്രേമം ഉണ്ടെന്ന് അറിയാമോ? നിന്റെ അടുത്ത് ചിരട്ട കത്തിച്ച അതിൻ്റെ കൂടെ പ്രേമം, തൊണ്ട് കത്തിച്ച അതിൻ്റെ കൂടെ പ്രേമം, ചൂട്ട് കത്തിച്ച അതിൻ്റെ കൂടെ പ്രേമം, എന്തിനൊരു പേപ്പർ ചുരുട്ടി വെച്ച് കത്തിച്ചാൽ പോലും അവക്ക് പ്രണയം അറിയാമോ? അങ്ങനെയൊക്കെ ഉണ്ടോ നിനക്ക്? അതെ, പണ്ട് അവരോടൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. എനിക്ക് സിൻസിയർ ലവ് നിങ്ങളോടെയാണ്. കാരണം അവരൊക്കെ പെട്ടെന്ന് ചാരമായി പോവും. നിങ്ങളാകുമ്പോ ലോങ് ലാസ്റ്റിംഗ് അല്ലേ? കത്തിക്കണ്ടേ? ആ കത്തി കത്തി കയറാ നിക്കണം. ഞാനൊരു കാര്യം പറയാം. ഞാൻ വന്നപ്പം നിങ്ങൾ 2 പേരും അടുക്കളയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി. പക്ഷെ ഇപ്പൊ എന്റെ ഫീൽഡ് ഔട്ട് ആക്കാൻ അവർ വന്നേക്കുക. അതായത് ഒരാഴ്ച കൊണ്ട് ഗ്യാസ് കിട്ടുള്ളെന്ന് പറഞ്ഞു ഇവിടെ വെച്ച് ഒരു പുതിയ സാധനം എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, അടുക്കളയിൽ സ്ഥാനമില്ലാത്ത നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോവാം. എടാ പറയാ പോടാ. ഹലോ, വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ടീംസ് ആണ് ഞങ്ങള്. നീ ഇന്നലെ കുരുത്തവനൊന്നും ഇവിടെ കിടന്ന് ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറട്ടെ, കാണിക്കും. നിങ്ങൾക്കില്ലാത്ത റിസാബാബ എനിക്കുണ്ട്. അല്ല, നിങ്ങൾക്കില്ലാത്ത ദുസ്വഭാവം എനിക്കുണ്ട്. നോ സ്മോക്ക്, പുകയില്ല. പുകയില്ല, അത് ശരിയാണ്. ഇപ്പൊ പുകയൊന്നുമില്ല. പക്ഷെ വേറെ കാര്യം, ഇവന് ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഇതിന്റെ വീട്ടുകാരുണ്ടല്ലോ കറണ്ട് ബില്ല് കാണും. അപ്പൊ അവരെ കണ്ണീന്ന് മൂക്കിന്ന് വായിന്ന് എല്ലാം പുക വരും. അത് കിടക്കാണ് കേട്ടാ. ഇവന് എലി ഒരുപോലെയാണ്. തക്കം കിട്ടിയ കറണ്ട് ഇല്ലും. അങ്ങനെ പറയില്ലടാ. നിനക്ക് അവകാശം. നിങ്ങൾ 2 പേരും എന്താ ചെയ്യണേ? നല്ല പാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് കരിച്ചിലയുടെ ഭക്ഷണം കൊടുക്കുന്നത്. ഞാനങ്ങനെയല്ല. ഞാനെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടാണ്. ആരെങ്കിലും ഒരു പാത്രം കൊണ്ട് നിന്റെ ചേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ മെല്ലെ അതിനെ തഴുകി തലോടി ആ പാത്രത്തിന് സുഖിപ്പിച്ചാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണ. നീ എന്താ അടുക്കളക്കകത്ത് സ്പാ നടത്തണം? ടെൻഷൻ കൊടുക്കുന്നുണ്ട്. അടിച്ച് ചെപ്പക്കുഴി തർപ്പിക്കും. ഞാൻ എന്താ ടെൻഷൻ കൊടുത്തണം? എന്താ ടെൻഷൻ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ഒരു ടൂർ പോയി, അല്ലെങ്കിൽ സിനിമക്ക് പോയി, അപ്പത്തന്നെ ടെൻഷനാണ്. അയ്യോ, ഗ്യാസ് ഓഫ് ചെയ്തില്ലോ. അങ്ങനെ ടെൻഷൻ കൊടുക്കുന്ന നീ. എന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. അത് ആൾക്കാരുടെ മറവിയല്ലേ? മറവി. അതെ, ഞാന് 2 ദിവസം ടൂർ പോവാണ്. 3 അടിമാലി. പിന്നെ വീട്ടുകാരല്ലേ പോണം, നീ ഇവിടെ പോണേ. ഗ്യാസ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്നെ കൊണ്ടുപോയാലും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ അന്ന് പോകും. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ 3 കല്ലെടുത്ത് കൂട്ടി അടുപ്പാവും.
അത് തന്നെ 2 തുള്ളിക്കമ്പ് എടുക്കാൻ ഞാനും വിറവാകും. ആ കൂടുതലൊന്നും പറയണ്ട, പണ്ട് എന്നെയാണ് കൊണ്ടുപോക്കണേ. എന്റെ അല്ല, എന്റെ ചെറിയ കുറ്റി. എടാ, നീ ഒന്നും പില്ലല്ലോടാ, പിന്നെ എന്നെ എങ്ങനെ നിന്നെ കൊണ്ടുപോകും? അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണോന്ന്? ഇറങ്ങി പോവിടുന്ന്. അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനാണ്ട് ഇവിടെ ഹിറ്റ് ഞാൻ നമ്മള് ഇറങ്ങിപ്പോടി. ഇങ്ങോട്ട് വന്നാണ്. എന്തുവാ ഇത്? പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൾ അടിച്ചിറങ്ങിയിട്ട് നീ നോക്കിക്കൊണ്ടിരിക്കില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇവനെ ഒതുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഇവനെ ഒതുക്കണം. അറ്റാക്ക്. ഇവനെ നെഞ്ചി നോക്കി ഇങ്ങ് ഇടിച്ചു കൊടുത്താലോ? അടിച്ചാലൊന്നും പോകത്തില്ല. ഇല്ലെങ്കിൽ ഇവന്റെ ഇൻഡക്ഷൻ നിക്കർ ഒരു നാണം കെടുത്ത് വിട്ടാലോ? ഇൻഡക്ഷൻ നിക്കറല്ല, ഇൻഡക്ഷൻ കുക്കറാണ്. വയറി പിടിച്ച് വലിച്ച് വെളിയിട്ടാൽ അത് കേബിളാണ്. നീ ഒരു കാര്യം ചെയ്യാം, അവന്റെ ഡിസ്പ്ലേ നോക്കി ഒരൊറ്റ ഇടി അവന്റെ ഓയിൽ ഇവിടെ ഹിറ്റ് ഞാൻ. എന്റെ സിലിണ്ടറിൽ ഇൻഡക്ഷൻ കുക്കറാണ് ഹിറ്റ്. എന്റെ അഡാപ്റ്റർ. മതിയാക്ക്. ഇങ്ങനെ കിടന്ന് യുദ്ധം ചെയ്യല്ലേ? എന്ത് പറഞ്ഞ? അടുക്കളക്കകത്ത് കിടന്ന് ഇങ്ങനെ യുദ്ധം ചെയ്യരുതെന്ന്. അത് ഞങ്ങളോടാണോ പറയേണ്ടത്? ഈ തമ്മി യുദ്ധം ചെയ്യുന്ന മനുഷ്യന്മാരോട് പോയി പറയണ യുദ്ധം ചെയ്യരുത്. ഒരു യുദ്ധം ഉണ്ടായപ്പോഴേ ഈ അടുക്കളയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായെങ്കിൽ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എത്ര കുട്ടികൾ അനാഥരായെന്നറിയാമോ? എത്ര ആശുപത്രികൾ തകർന്നെന്നറിയാമോ? എത്ര വീടിന് പുറത്തിറങ്ങാൻ വയ്യ, സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ വയ്യ. ഇപ്പോ ഈ ഇന്ധനത്തിന്റെ ക്ഷാമമൊക്കെ ഉള്ളൂ. ഇനി യുദ്ധം തുടർന്ന ആഹാരത്തിന് ക്ഷാമം ഉണ്ടാവും, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. എന്തിന്? നിങ്ങളൊക്കെ ശ്വസിക്കുന്ന ശുദ്ധവായുവിന് പോലും ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെയൊക്കെ സൃഷ്ടിച്ച മനുഷ്യന്മാരോട് നമുക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ കണ്ടത് കാരുണ്യത്തിൻ ബുദ്ധവിഹാരങ്ങൾ, ഇവിടെ കേട്ടത് മാനുഷാദാരോധന കാവ്യങ്ങൾ.